നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി SLC റിസൾട്ട് പ്രഖ്യാപിക്കുകയാണ്. SLC റിസൾട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് എല്ലാ വെബ്സൈറ്റുകളും വാങ്ങാതിരിക്കുമ്പോഴും ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷനിൽ എല്ലാ പ്രാവശ്യവും റിസൾട്ട് ലഭിക്കാറുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. +2 സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഡിഗ്രി അഡ്മിഷൻ കാര്യം ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനൽ വരുന്നതാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക. പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. ഏകദേശം 4 ലക്ഷത്തോളം കുട്ടികളാണ് ഇപ്രാവശ്യം SLC പരീക്ഷ എഴുതിയത്. കഴിഞ്ഞ 4-5 വർഷങ്ങളിലായി 95% മുകളിലാണ് എല്ലാ വർഷവും SLC റിസൾട്ട് ഉണ്ടാവാറ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നല്ല റിസൾട്ടാണ് പ്രതീക്ഷിക്കുന്നത്. ഫുൾ A+ ലഭിച്ച പല വിദ്യാർത്ഥികൾക്കും +1 അഡ്മിഷൻ ലഭിക്കാത്ത പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനെല്ലാം സർക്കാർ പല വഴികളും ഇപ്പോൾ നോക്കുന്നുണ്ട്. ഏകദേശം എല്ലാ സ്കൂളുകളിലും 20% സീറ്റുകൾ ഇപ്പോൾ തന്നെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും റിസൾട്ടിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇന്ന് 3 മണിക്കാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. റിസൾട്ട് പ്രഖ്യാപിച്ച ഉടനെ തന്നെ താഴെ കൊടുക്കുന്ന വെബ്സൈറ്റുകളിലും അതുതന്നെ മൊബൈൽ ആപ്പിലെല്ലാം റിസൾട്ട് ലഭിക്കും. എന്നിരുന്നാലും കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം വെബ്സൈറ്റ് ഹാങ്ങാകുന്ന സമയത്തെല്ലാം ഈ മൊബൈൽ ആപ്ലിക്കേഷനിലായിരുന്നു റിസൾട്ട് പ്രഖ്യാപിച്ചിരുന്നത്. പ്ലേ സ്റ്റോറിൽ നിന്നും ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാവുന്ന സഫലം 2024 എന്ന മൊബൈൽ ആപ്ലിക്കേഷനിൽ കൂടെയാണ് റിസൾട്ട് അറിയാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ സഫലം 2024 എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ആ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എല്ലാ ആളുകളും മുൻകൂട്ടി തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. 3 മണിക്ക് ശേഷം റിസൾട്ട് അറിയുക. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി വിജയാശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.